ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പടച്ചതമ്പുരാൻ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചവരാണ് നമ്മുടെ രക്ഷിതാക്കൾ അല്ലെ. നമുക്കറിയാം, ഒരു കുഞ്ഞിക്കാർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആശുപത്രികളും ആരാധനാലയങ്ങളൊക്കെ നടന്ന് പോകുന്ന അല്ലെങ്കിൽ അത് പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് എന്നിരിക്കെ പടച്ച തമ്പുരാൻ രക്ഷിതാക്കളാവാൻ വേണ്ടി, പാരൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചവരാണ് നമ്മൾ. അപ്പൊ ആ ഒരു വലിയ ദൗത്യത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ആ ദൗത്യം വളരെ കൃത്യതയോടെ എങ്ങനെ നിർവഹിക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. എന്ന് തൊട്ടാണ് ഞാൻ നമ്മളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാന്നാണ് കേൾക്കുന്നത്. എന്ന് തൊട്ടാണ് നമ്മുടെ പാരന്റിങ് തുടങ്ങുന്നത്? എന്ന് തൊട്ടാണ് നമ്മളൊരു രക്ഷിതാവുള്ളത്? എന്ന് തൊട്ടാ നിങ്ങളെടുത്ത് എനിക്ക് ഉത്തരം വേണ്ടേ? നമ്മളെ കുട്ടി സംസാരിച്ച് തുടങ്ങുമ്പോഴാണോ? ഗർഭിണിയാവുമ്പോഴാണ് അല്ലെ? നടന്നു തുടങ്ങുമ്പോഴോ ചിരിക്കുമ്പോഴോ സംസാരിച്ച് തുടങ്ങുമ്പോഴോ ഒന്നുമല്ല. നമ്മള് ഒരു ഗർഭിണിയാവുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയാവുമ്പോ, ആണുങ്ങളെ സംബന്ധിച്ച് ഭാര്യ ഗർഭിണിയാവുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഗർഭിണിയാവുമ്പോഴാണ് നമ്മൾ ഒരു രക്ഷിതാവുന്നത്. അന്ന് തൊട്ട് നമ്മളെ കുട്ടികളെ നമ്മളെ കേൾക്കുകയാണ്, നമ്മൾ അറിയാണ്. പ്രായമുള്ളവരൊക്കെ പറയില്ലേ, ഗർഭാവസ്ഥയിലെ ഏറെ പ്രയാസപ്പെടാൻ പാടില്ല, ദുരന്തങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പാടില്ല, നല്ല കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും സംസാരിക്കണം, നല്ല കാര്യങ്ങൾ കേൾക്കണം, പാട്ട് കേൾക്കണം, സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇരിക്കണം എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികളെ ആ കാലം തൊട്ട് നമ്മുടെ ഒരു അമ്മ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ ചിന്തിക്കുന്നത് എല്ലാം നമ്മുടെ കുട്ടികളെ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ബാധിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ എന്തല്ലേ അപ്പൊ നമ്മൾ പരീക്ഷിക്കാണ്. എന്തൊക്കെയാ നമ്മൾ ഉപയോഗിക്കണേ? നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മളടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങുക. നമ്മളൊക്കെ ഇങ്ങനെ നമുക്കൊക്കെ ഉള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ ആദ്യം തന്നെ തുടങ്ങണ എങ്ങനെയാ? കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കോത്താമ്പി വരും അല്ലെ, പേടിപ്പിച്ചിട്ട് തുടങ്ങണ ഒരു പാരന്റിങ് സ്റ്റൈലിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. ശരിയല്ലേ? പക്ഷെ നമ്മളെ കുട്ടികളോട് കോത്താമ്പി വരും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേറെ ആരെങ്കിലും പേര് നമുക്ക് പറഞ്ഞു തരും, നമ്മൾ പേടിക്കണേ. ശരിയല്ലേ? അപ്പൊ നമ്മൾ പല പാരന്റിങ് സ്റ്റൈലുകളും നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചത് മാത്രമാണ് നമ്മൾ രണ്ടാമത്തെ കുട്ടിയുടെ അടുത്ത് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? പക്ഷെ രണ്ടാമത്തെ കുട്ടി ചിലപ്പോൾ ആദ്യത്തെ കുട്ടിനെ പോലെ തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അതിലും ചിലത് എന്ത് ചെയ്യില്ല, ആദ്യത്തെ കുട്ടിന്റെ അടുത്ത് പരീക്ഷിച്ച് വിജയിച്ച പല പാരന്റിങ് സ്റ്റൈലും രണ്ടാമത്തെ കുട്ടിന്റെ അടുത്ത് പോകില്ല അല്ലെ. ഇപ്പൊ പൊതുവെ നമ്മളെ കുട്ടികളെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറയല്. കോവിഡിന് ശേഷമുള്ള കുട്ടികളും അല്ലെ, കോവിഡിന് മുന്നേ ഉള്ള കുട്ടികളും. ശരിയല്ലേ? എന്താ കോവിഡിന് ശേഷവും കോവിഡിന് മുന്നേ ഉള്ള ഒരു വലിയ മാറ്റം? നമ്മൾ കുറച്ച് ഗാഡ്ജറ്റ്സിന്റെ സഹായത്തോടെ അല്ലെ, മൊബൈൽ പോലുള്ള ഇതിന്റെ സഹായം അമിതമായി ഉപയോഗിക്കാൻ തുടങ്ങി കോവിഡിന് ശേഷം. നിർബന്ധമായി വന്നു കോവിഡ് സമയത്ത്. പിന്നെ അതൊരു ശീലമായി തുടർന്നു. പിന്നെ അതൊരു ടെക്നോളജിയാണ്, അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട്, സൗകര്യം ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ എപ്പോഴും പിൻപറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ശരിയല്ലേ? മൊബൈൽ നമ്മളൊക്കെ പല സമയത്തും പല സ്ഥലത്തേക്കും കൊണ്ടുപോകലുണ്ട് നമ്മളെ കുട്ടികളെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം ഒരു രക്ഷിതാവ് അക്ഷയയിൽ കുട്ടീനെയും കൊണ്ടുവന്ന് കണ്ടു. ഞാൻ അക്ഷയയിൽ പോയ സമയത്താണ്. അക്ഷയ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് കാണാനും പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ വന്ന ഉടനെ രക്ഷിതാവ് ഫോൺ ഓൺ ആക്കിയിട്ട് കുട്ടിക്ക് കൊടുത്തു. ഒരു 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി അവിടെ നിന്ന് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് പഠിക്കേണ്ട അക്ഷയ എന്നുള്ളൊരു സ്ഥലത്ത് കുട്ടി വന്നതുപോലും അറിഞ്ഞിട്ടില്ല അല്ലെ. കുട്ടി ബസ് ഇറങ്ങി വന്ന് ഒരു റൂമിൽ കയറിയതേ കുട്ടിക്ക് അറിയുള്ളൂ. പിന്നെ എന്ത് കൊടുത്തു? ഫോണ് കൊടുത്തു അല്ലെ. കോവിഡിന് ശേഷമുള്ള കുട്ടികൾ ഇതാണ്. ഇനിയിപ്പോ നമ്മൾ കുറെ കാലം മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ കുട്ടി അസ്വസ്ഥയാവും. നമ്മൾ അക്ഷയയിൽ വന്ന കാര്യങ്ങൾ നടക്കൂല. നമ്മൾ അതൊക്കെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം അല്ലെ. ഇപ്പോഴത്തെ കുട്ടികള് റീൽസ് കാണുന്ന കുട്ടികളാണ് നമ്മൾ പറയുന്നത്. റീൽസ് കാണുന്ന കുട്ടികളുടെ പ്രത്യേകത എന്താ? അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം അല്ലെ, ലൈഫ് എൻജോയ് ചെയ്യാനാണ് അങ്ങനെ എന്റെ കുട്ടി പറയുന്നത്. 3ാം ക്ലാസ്സിലാണ് അല്ലെ. റീൽസ് കാണുന്ന അല്ലെങ്കിൽ മൊബൈൽ കാണുന്ന കുട്ടികളുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് വിജയിച്ചാൽ മതി ലൈഫിൽ, അതാണ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാന് പടച്ച തമ്പുരാൻ തന്നിട്ടുള്ളത് അല്ലേ. നല്ല ഈസിയാണോ? ഈസിയാണോ വെച്ചാൽ അത്ര ഈസി അല്ല, ഇന്ന് അത്ര ബുദ്ധിമുട്ടല്ല. ഞാനൊരു കഥ പറയാം അല്ലെ. കുട്ടികളോടാണ് സാധാരണ കഥ പറയുന്നത്. ഇന്ന് രക്ഷിതാക്കളോട് കഥ പറയാം. ഇവിടെ 2 ആളുണ്ട്, നിങ്ങളെ കാണാറ്റല്ല കേട്ടോ. ഓക്കെ. ഒരു മുയലിന്റെയും ചീറ്റപ്പുലിന്റെയും കഥയാണ്. ഓക്കെ, കുട്ടികൾക്കൊക്കെ അറിയുന്ന കഥയായിരിക്കും. മുയലും ചീറ്റപ്പുലി. ചീറ്റപ്പുലിന്റെ പ്രത്യേകത എന്താ? വളരെ വേഗതയാണല്ലേ ഓടാന്. നമുക്കൊക്കെ അറിയില്ലേ ചീറ്റപ്പുലിയുടെ വേഗത എന്നാണ് നമ്മൾ പറയാം, വേഗതനെ പോലും.
അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കാട്ടില് പുലി ഇറങ്ങിയ സമയത്ത് ആരെ കണ്ടു? മുയലിനെ കണ്ടു. നല്ല ഭംഗിയുള്ള പുലി മുയലിനെ ഭക്ഷണമല്ലേ, അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മുയലിനാണ് പുലി അതിനെ കണ്ടപ്പോ ഓർത്തത്. എന്റെ പിന്നാലെ ഓടി. ആദ്യത്തെ ദിവസം നല്ല ഓടിയിട്ട് കുറെ ഓടിയിട്ട് എന്ത് ചെയ്തില്ല, മുയലിനെ കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ആകെ ക്ഷീണിച്ചു പുലി. അപ്പൊ പുലി എന്ത് ചെയ്തു? നാളെ ഇതേ സ്ഥലത്ത് വന്നിട്ട് എന്നെ ഞാൻ പിടിക്കൂടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പുലി പോയി. പുലി പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വന്നിട്ട് ഈ മുയലിനെ തന്നെ കണ്ടുപിടിച്ച് അതിന്റെ പിന്നാലെ ഓടി. എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. അങ്ങനെ പിറ്റേ ദിവസം വന്നു. അങ്ങനെ ഒരു 3-4 ദിവസം പുലി മെനക്കെട്ടിട്ടും വളരെ ബുദ്ധിമുട്ടി പിന്നാലെ ഓടിയിട്ടും ഈ മുയലിനെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ പുലി എന്ത് ചെയ്തു? തോൽവി സമ്മതിച്ചു. എന്നിട്ട് കഥയാണ് കേട്ടോ. മുയലിന്റെ മാളത്തിന്റെ പുറത്ത് പോയിട്ട് മുയലിനെ വിളിക്കുകയാണ്. ഹലോ മുയലച്ച, ഒന്ന് കേൾക്കേ. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഒരു മൃഗമാണ് ഞാൻ. വേഗതയുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ഞാൻ. എന്റെ അത്ര വേഗത എന്തായാലും മുയലായ തനിക്കില്ല. എന്നിട്ടും ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ഓടിയിട്ടും നിന്റെ പിന്നാലെ കൂടിയിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റാതിരുന്നത്? അപ്പൊ മുയല് ചോദിക്കുകയാണ് പുലിനോട്, താങ്കൾ എന്തിനാണ് എന്റെ പിറകെ ഓടിയത്? കഥയാണ് കേട്ടോ. മുയൽ ഇങ്ങനെ പുലിനോട് ചോദിക്കോ അല്ലെ? അപ്പൊ മുയൽ ചോദിച്ചപ്പോ പുലി പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. അല്ല, ശരിക്കും താങ്കൾ എന്തിനാ എന്റെ പിന്നാലെ ഓടിയത്? അപ്പൊ പുലി ശരിക്കും ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ മുയൽ പറയണേ, താങ്കൾ എന്റെ പിന്നാലെ ഓടിയത് ഭക്ഷണത്തിന് വേണ്ടിയാണ്, ശരിയല്ലേ? പക്ഷെ ഞാൻ ഓടിയത് എന്റെ ജീവന് വേണ്ടിയാണ്. താങ്കൾക്ക് ഭക്ഷണത്തിന് എന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ഒരു ദിവസം കിട്ടായിട്ട് മതിയാക്കി പോയി വേറെ ഭക്ഷണം കഴിച്ചത്, ശരിയല്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ ഓടിയത് ജീവന് വേണ്ടിയാണ്. ജീവന് വേറെ ഓപ്ഷൻ ഉണ്ടോ? പോയാ പോയില്ലേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ജീവന്റെ ജീവനാണ് നമ്മുടെ മക്കൾ, ശരിയല്ലേ? നമ്മൾ പലരും പറയും പോലെ അങ്ങനെയാണ് ഓലിപ്പോ നമ്മൾ പറഞ്ഞാലൊക്കെ കേൾക്കോ? നമ്മൾ പറഞ്ഞ പോലെ കേൾക്കട്ടെ അല്ലേ? മുയലിനെ പുലിന്റെ കാട്ടിലും സ്പീഡിൽ ഓടാൻ പറ്റുമെങ്കിൽ നമ്മുടെ മക്കളെ, ന്യൂ ജനറേഷൻ മക്കളെക്കാട്ടിലും വേഗതയിൽ ചിന്തിക്കാനും അവരെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും ഹൃദയപൂർവ്വം കേൾക്കാനും നമുക്ക് പറ്റണ്ടേ? വേണ്ടേ? കാരണം എന്താ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ജീവന്റെ ജീവനാണ് നമ്മുടെ മക്കൾ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? പറ്റൂല. നമ്മളെ പഠിച്ചോ ഏൽപ്പിച്ച ദൗത്യമാണ്, നമ്മളെ രക്താണ് അല്ലേ? നമ്മളെ എല്ലാമാണ്. ആ മക്കളെ നമുക്ക് എങ്ങനെ ചേർത്ത് പിടിക്കാം, എങ്ങനെ നമുക്ക് അവരെ ഹൃദയത്തോടെ കേൾക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെ ആശങ്കകൾ അറിയാൻ, കൂടുതൽ നമുക്കത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ പറയുന്നു, നമ്മുടെ മക്കളെ എത്രത്തോളം കാലം നമ്മൾ ചിറകിന്റെ അടിയിൽ വെച്ച് വളർത്തും, അല്ലെങ്കിൽ എത്രത്തോളം കാലം നമ്മുടെ മക്കൾക്ക് മേലെ ഇങ്ങനെ ചിറക് വിടർത്തി നിൽക്കും, അവരെ എല്ലാത്തിനും സംരക്ഷിച്ച് നിൽക്കും. എന്നോട് ചിലർ ചോദിക്കലുണ്ട്, എത്ര കാലമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കേണ്ടത്? എത്ര കാലമാണെന്ന് ചോദിച്ചാല് ഞാൻ ആ ഒരു ഉത്തരവേ ഉള്ളൂ. നമ്മുടെ കുട്ടികള് സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്ന അത്രയും കാലം. എന്താ സെൽഫ് ഡിസിപ്ലിൻഡ് പറഞ്ഞാല്? ഒരു സാഹചര്യം കാണുമ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമ്മുടെ മക്കൾ എപ്പോഴാണോ പെരുമാറാൻ പാകമാകുന്നത് അതുവരെ നമ്മൾ അവർക്ക് മേലെ ചിറക് വിരിക്കണം അല്ലെ? അതിനാണ് നമ്മൾ പാരന്റിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോ ചെറിയ കുട്ടീനെക്കാട്ടിലും കൂടുതൽ കാലം നമ്മൾ വലിയ കുട്ടിയുടെ കൂടെ ചിറക് വിടർത്തി നിൽക്കേണ്ടി വരും. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, അവരെ ചേർത്ത് പിടിക്കേണ്ടി വരും, അവരെ കേൾക്കേണ്ടി വരും. എത്ര കാലം നമ്മുടെ മക്കൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നുവോ അത്രയും കാലം നമുക്ക് നമ്മുടെ മക്കളുടെ മേലെ ചിറക് വിടർത്തണം. പല രീതിയിലാണ് പലരും ചിറക് വിടർത്തത് അല്ലെ? പാരന്റിങ് സ്റ്റൈലും പല വിധമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ എനിക്ക് മൊബൈൽ വേണം എന്നാ കുട്ടി പറയുന്നത്. എനിക്ക് മൊബൈൽ വേണം എന്ന് കുട്ടി പറയുമ്പോ പറയണേ, മിണ്ടാ പോയിക്കോണം, ഒരു മൊബൈല്. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഡു വാട്ട് ഐ സേ. ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള രക്ഷിതാക്കളില്ലേ അല്ലേ? കുട്ടികൾ പറയുന്നതൊന്നും കേൾക്കൂല. റേഡിയോ എന്നൊക്കെ നമ്മള് കളിയാക്കി പറയലുണ്ട്. നമ്മളൊക്കെ ഒരുവിധം നമ്മളെ കാലഘട്ടത്തിലൊക്കെ അങ്ങനത്തെ രക്ഷിതാക്കളായിരുന്നു കൂടുതൽ അല്ലേ? അതിന് നമ്മൾ പറയുന്ന പേരാണ് ഒതോറിറ്റേറിയൻ പാരന്റിങ്. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, കുട്ടിയുടെ ഭാഗത്തു നിന്നൊന്നും ചർച്ചക്കും ഇതിനൊന്നും അവസരം കൊടുക്കാത്ത അങ്ങനത്തെ പാരന്റിങ്, അങ്ങനത്തെ ചിറക് വിടർത്തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒതോറിറ്റേറിയൻ പാരന്റിങ് അല്ലെ? വേറൊരു പാരന്റിങ് ഉണ്ട്, ഒന്നുകൂടി പറഞ്ഞേ. എനിക്ക് മൊബൈൽ വേണമെന്നാ പറയുന്നത്. മാന്റെ കുട്ടിക്ക് മൊബൈൽ വേണം, എന്നാ പഠിച്ചോ, എന്നാ എന്താ ചാവിയാണോ, എന്നാ ഇനി മാന്റെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും വേണം അല്ലെ? കുട്ടി എന്താ പറയണത് അത് മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കാം. പെർമിസീവ് പാരന്റിങ്. കുട്ടി ചോദിക്കണ മുഴുവൻ അവൈലബിൾ ആക്കി കൊടുക്കാം. അതും പ്രശ്നല്ലേ? അതാണ് വേറൊരു ചിറക് വിടർത്തൽ രീതി. ഓക്കെ,
പിന്നെയുള്ള ഒരു പാരന്റിങ് ആണ് നെഗ്ലെക്ട്ഫുൾ പാരന്റിങ്. ഇന്നിപ്പോ കുറെ രക്ഷിതാക്കൾ, ഇത്ര രക്ഷിതാക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ സ്കൂളിലുള്ളത്. കുട്ടിയുടെ അവകാശമല്ലേ പാരന്റ്സ് മീറ്റിംഗ് അല്ലേ? പക്ഷെ ചില രക്ഷിതാക്കള് എന്തോ പല കാരണങ്ങൾ കൊണ്ടോ അത് നെഗ്ലെക്ട് ചെയ്തു, ഒഴിവാക്കി അല്ലേ? അങ്ങനത്തെ പാരന്റിങ്ങിന് നമ്മൾ പറയുന്നതാണ് നെഗ്ലെക്ട്ഫുൾ പാരന്റിങ്. കുട്ടിയുടെ അവകാശങ്ങളെ പോലും അല്ലെ നോക്കാതെ സ്വയമായിട്ട് അല്ലെ ഇതാക്കി വരുന്ന പാരന്റ്സുകളെ, അതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന പാരന്റിങ് സ്റ്റൈലിനെയാണ്, അങ്ങനത്തെ ചിറകുവിടം തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗ്ലെക്ട്ഫുൾ പാരന്റിങ്. പിന്നെ കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ട് നമ്മൾ പറയണമെന്നുണ്ട്. ഒന്നുകൂടി പറയോ? മൊബൈലൊക്കെ തരാം. പക്ഷെ ഇപ്പൊ മൊബൈൽ തരുന്ന സമയമാണോ? ഇപ്പൊ പഠിക്കുന്ന സമയമല്ലേ? പഠിക്കലൊക്കെ കഴിഞ്ഞ് അബാക്കസ് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൊബൈൽ കാണാം. ഇതാണ് ഡെമോക്രാറ്റിക് രീതി നമ്മൾ പറയും. ഓതോറിറ്റേറ്റീവ് പാരന്റിങ്, ജനാധിപത്യ രീതിയിലുള്ള പാരന്റിങ് ആണ്. ഒന്നും കൂടി കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് റൂൾസ് ഒക്കെ ഉണ്ട്. എന്നാൽ ആ റൂൾസും ചില കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കുട്ടികളെ കൂടി കേട്ടുകൊണ്ടുള്ള പാരന്റിങ്, ഇതിനാണ് ഓതോറിറ്റേറ്റീവ് പാരന്റിങ്. ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന പാരന്റിങ്. എന്നാൽ ഇതിനൊന്നും പെടാത്ത റെയർ ആയിട്ടുള്ള എക്സെപ്ഷണൽ കേസ് ആയിട്ടുള്ള കുറച്ച് 2 പാരന്റിങ് പറയാറുണ്ട്. ഹെലികോപ്റ്റർ പാരന്റിങ്ങോ ബുൾഡോസർ അല്ലെങ്കിൽ JCB പാരന്റിങ്. എന്താ ഹെലികോപ്റ്റർ പാരന്റിങ് അറിയോ? കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നമ്മൾ ചൊറിഞ്ഞു കൂടാന്നൊക്കെ പറയുമോ അല്ലെ? കുട്ടി അവിടെ ഇത്ര ഉണ്ട് അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് പറഞ്ഞാൽ കുട്ടീനെ വിശ്വസിക്കാതെ വേറൊരാളെ കൊണ്ട് അന്വേഷിപ്പിച്ച് പിന്നാലെ കൂടിയിട്ട് ഈ ചൊറിയണ വെറുപ്പിക്കൽ പാരന്റിങ്ങിനെയാണ് നമ്മൾ പറയാ ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയാം. ഇനി ബുൾഡോസർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് നല്ല സ്വഭാവം കുട്ടിയാണ്. ആ കുട്ടീനെ കണ്ട് മറിച്ച് ഉയർത്ത് മറിച്ച് JCB പോലെ മാന്തി കണ്ടിട്ട് അതിന് നേരെ വിപരീത സ്വഭാവമുള്ള ആളാക്കി മാറ്റും. അത് നെഗറ്റീവ് പാരന്റിങ് ആണ് അല്ലെ? അപ്പൊ JCB ചിറക് വിടർത്ത രീതിയാണ് ഞാൻ പറഞ്ഞത്. ജീവന്റെ ജീവനായ മക്കളെ നമ്മൾ പലരും നോക്കുന്ന രീതിയാണ് പോയി കേട്ടത്. ഒരേപോലെയാണോ? ആണോ? എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് അല്ലെ? ഏത് പാരന്റിങ് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഇതൊക്കെ കേട്ടപ്പോ നമുക്ക് സംശയം. നമ്മളൊന്ന് 2-3 കാര്യങ്ങളില് ശ്രദ്ധിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ചെറിയ തൈയാവുമ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ട് അയലോക്കത്തെ പറമ്പൊക്കെ ഇങ്ങനെ ചെടി പോവുകയാണെങ്കിൽ നമ്മളത് മുറിയാതെ ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് ഒടിയാതെ ഇങ്ങനെ നിവർത്തി നമ്മളെ തൊടിയിക്കന്നെ ഇങ്ങനെ നീർ വയ്ക്കന്നെ ആക്കി വെക്കൂലേ അല്ലെ? വളരെ പടർന്ന് പന്തലിച്ച് വലിയ മരമായിട്ട് അതിന്റെ ശിഖരത്തെ കൊമ്പിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒടിക്കാൻ നോക്കി എന്തായിരിക്കും? വളയോ? പ്രശ്നം തീർക്കാൻ നമുക്ക് എന്ത് വേണ്ടി വരും? മുറിച്ച് മാറ്റേണ്ടി വരും. നമ്മളെ കുട്ടികളുടെയൊക്കെ നല്ല പ്രായമാണ്. ചെറിയ തൈകളെ നമ്മുടെ മക്കളായിട്ടുള്ളൂ. ഈ പ്രായത്തില് നല്ലതായ രീതിയിൽ ഒടിക്കാതെ, വേദനിക്കാതെ, മുറിക്കാതെ നമ്മുടെ ശിഖരങ്ങളെ, അവരുടെ കൊമ്പുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളച്ച് അല്ലെങ്കിൽ പതിയെ അല്ലെ ഒരു സൈഡ് കൊടുത്തിട്ട് ചെറിയൊരു ബലം കൊടുത്തിട്ടൊക്കെ നല്ല രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന അതിമനോഹരമായ പ്രായമാണ് ഇപ്പൊ നമ്മുടെ മക്കൾക്കുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ അവരെ കേട്ടാൽ, നല്ല രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചാൽ നല്ല മക്കളായിട്ട് അല്ലെ, നാളെ നമ്മളെപ്പോഴും പറയാറുണ്ട് സമൂഹത്തിനും കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം ഉപകാരപ്രദമായ നല്ലൊരു മക്കളായിട്ട് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രായത്തിലാണ് ഇവിടെയുള്ള നമ്മുടെ മക്കളൊക്കെ ഉള്ളത്. ഞാൻ വരുന്നത് കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എനിക്കറിയാം 2 ആഴ്ച മുന്നെയാണ് വാർത്തകളിലൊക്കെ കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി നിറഞ്ഞു നിന്നത്. 2 ഞങ്ങളെ മക്കളാണ്. ഞാൻ ഹയർ സെക്കൻഡറിയിലാണ് വർക്ക് ചെയ്യുന്നത്. 2 ഞങ്ങളുടെ മക്കളാണ്. ഒന്ന് ഹൈസ്കൂളിലെ കുട്ടിയായിരുന്നു, ഒന്ന് +2 കുട്ടിയായിരുന്നു. എവിടെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ പഠിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കണ്ണ് കാണാതെ ആവുന്നത് എന്നാണ് നമ്മളൊക്കെ അന്തപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്ന, എപ്പോഴും പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കൺസിഡറേഷൻ, പരിഗണന. നിങ്ങളൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പരിഗണിക്കാറുണ്ടോ? നമ്മളറിയോ പിന്നെന്താ എന്റെ കുട്ടികൾക്ക് ഞാൻ പരിഗണിക്കലുണ്ട്. കുട്ടി ഇങ്ങനെ സംസാരിച്ചു വരാം, എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ അടി കയറിയിട്ട് അവിടെ പറയും നിൽക്കാണ് ഞാനത് പറയട്ടെ. അതല്ല പരിഗണന. നമ്മളെ കുട്ടികൾ പറയുന്നത് മുഴുവനായി കേൾക്കാനുള്ള ക്ഷമയെങ്കിലും നമുക്ക് വേണം. അതിനെയാണ് കുട്ടികളുടെ പരിഗണന എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ് റെസ്പെക്ട്, ബഹുമാനം. കുട്ടിക്ക് ബഹുമാനം ഒരു ഇങ്ങോട്ട് തരേണ്ട സാധനമല്ലേ അത്? അങ്ങനെയാണ് ചിലരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ആണോ? നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് റെസ്പെക്ട് കൊടുക്കാം. എങ്ങനെയാ കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കുക? അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരെ അപമാനിക്കല്ല ചെയ്യേണ്ടത്, പകരം അവരെ തിരുത്തി കൊടുക്കുക. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അടുത്തിലും ആ കുട്ടി ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. വേറൊരു കുട്ടി കമ്പയർ ചെയ്യോ? അത് റെസ്പെക്ട് അല്ല അല്ലേ? എല്ലാ കുട്ടികൾക്കും പഠിച്ചവൻ അതിൻ്റെതായ ഭംഗിയും യുണീക്നെസ് നമ്മൾ പറയേ മൂല്യങ്ങളും അവരവരുടേതായ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ആ പോയിന്റ് ഏതാ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ദൗത്യം.
രക്ഷകർത്താക്കൾക്ക് ആ മനോഹരമായ സ്പോട്ട്, ആ മനോഹരമായ തന്റെ കുട്ടിന്റെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയാൽ അതൊരു സാധാരണ കുട്ടിയായിട്ട് മാറും അല്ലെ. ആ പ്രധാനപ്പെട്ട കഴിവ് കണ്ടുപിടിക്കുന്നിടത്താണ് ആ കുട്ടി മനോഹരമായ ഒരു സൃഷ്ടിയായി മാറുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയൊരു ദൗത്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മുടെ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ കൺസിഡർ ചെയ്യാം, വളരെ സ്നേഹത്തോടെ കേൾക്കാം. നമുക്കൊക്കെ കൺസിഡറേഷൻ ഇഷ്ടമല്ലേ? ഞാൻ പറയാറുണ്ട്, ചില ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ഡോക്ടർമാരല്ലേ നമുക്ക് ഇഷ്ടം. ഒരു മുഖത്തുക്കും കൂടി നോക്കാതെ അങ്ങനെ വരുന്നവരെ ആരെങ്കിലും പിന്നെ പോവോ? ഇല്ല. ഇനിയിപ്പോ എത്ര നല്ല ഡോക്ടറാണ് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പോകില്ല. എത്ര ഫീസ് കുറവാണ് പറഞ്ഞാലും നമ്മളെ കേൾക്കുന്നവരെ, നമ്മളെ പരിഗണിക്കുന്നവരെയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ ഈ 10 വയസ്സിനും അല്ലെ 15 വയസ്സിനൊക്കെ താഴെയുള്ള നമ്മളെ കുട്ടികൾക്കും അങ്ങനെ തന്നെ ഇല്ലെങ്കിലും അല്ലെ. അപ്പൊ നമ്മുടെ കുട്ടികളെ കൺസിഡർ ചെയ്യാം, പരിഗണിക്കാം, അവരെ ബഹുമാനിക്കാം. യാതൊരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കാം. പക്ഷെ എന്നാൽ അവരെ അല്ലെ എപ്പോഴും അലേർട്ട് ആവുന്നതിനെ കുറിച്ചും വിജയിക്കേണ്ടതിനെ കുറിച്ചും തെറ്റ് ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചും അല്ലെ കളവ് പറയാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും അവരോട് പറയും. ആ പോയിന്റ് ആണ് റെവറൻസ്. റെവറൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയ ആരാധന കുട്ടികളിൽ ഉണ്ടാക്കുക, ആദരവ് ഉണ്ടാക്കുക എന്ന് പറയാം. എങ്ങനെ കുട്ടികളിൽ ആദരവ് ഉണ്ടാക്കാറിയോ? നമ്മള് കുട്ടികൾക്ക് നല്ലൊരു മോഡലായി മാറുക അല്ലെ. നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി, സ്പെഷ്യൽ ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ അതിലൊരു പങ്ക് അയലോകത്തേക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. നമ്മളെ കുട്ടി ചോറ്റുപാത്രം കൊണ്ടുപോയാൽ അത് ഷെയർ ചെയ്യൂലേ? നമ്മളെ കണ്ടിട്ടല്ലേ കുട്ടി പഠിക്കുക. പക്ഷെ നമ്മളിൽ പലരും എന്താ ചെയ്യാം? ബസ് കയറിയാലേ ഒരു ഗർഭിണി അല്ലെങ്കിൽ ഒരു കുഞ്ഞുള്ള ആള്, ഒരു വയസ്സായ ആളൊക്കെ ബസ് കയറിയാൽ ഒന്നെങ്കിൽ നമുക്ക് ഉറക്കം വരും അല്ലെ, ഉറക്കം നടിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രകൃതി ഭംഗി. അപ്പോഴാണ് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. എന്ത് മനോഹരം അല്ലെ, പ്രകൃതി ഭംഗി ആസ്വദിക്കും. ഇതാണ് കുട്ടികൾ കാണുന്നത് അല്ലെ. നമ്മൾ നല്ലൊരു മോഡലാവുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യം. നിശബ്ദമായി മനോഹരമായി നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു മോഡലായി മാറുക എന്നുള്ളതാണ് അല്ലെ. അവര് വിളിക്കുന്നുണ്ട്, മക്കളെ അവർ വിളിക്കുന്നുണ്ട്, ഓരൊക്കെ വിളിച്ചോട്ടെ, അവരോടൊന്നും പോകാൻ പോയില്ല. അപ്പൊ കുട്ടി എന്താ കരുതുക? എല്ലാവരും വിളിക്കുന്ന സമയത്ത് നമ്മൾ മറുപടി കൊടുക്കണമെന്നില്ല. കുട്ടി അപ്പോഴേക്ക് കുട്ടികളെ CCTV എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ചെയ്യുന്നതാണ് കുട്ടികൾ ഒപ്പിയെടുക്കുക. മായോ ആഞ്ചലിയോ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ എഴുത്തുകാരുണ്ട്. അവർ പറയാറുണ്ട്, people forget what you said, people forget what you did, but they never forget what you made them to feel. ആളുകൾ നിങ്ങൾ ചെയ്തത് മറക്കും, നിങ്ങൾ പറഞ്ഞത് മറക്കും, പക്ഷെ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള അനുഭവങ്ങളെ, ഫീലിങ്സ്, അത് അവർ ഒരിക്കലും മറക്കില്ല. അതുപോലെയാണ് നമ്മുടെ മക്കൾ. പളുങ്കു പാത്രങ്ങളായിട്ട് നമ്മുടെ കൈകളിൽ തന്ന അല്ലെ ഒരു ഗിഫ്റ്റാണ്, നിധിയാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള നിധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെ, ആശുപത്രികളിൽ പോയും കഷ്ടപ്പെടുകയാണ്. ഇതേ സമയത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു ഗിഫ്റ്റിന് വേണ്ടി, ഇത്തരത്തിലുള്ള ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി, ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പെടാപാടുപെടുന്ന ആളുകൾക്ക് മുന്നിലാണ് പഠിച്ചവർ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു വലിയ അല്ലെ, അത്രയും അനുഗ്രഹം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ ഒരു വലിയ ദൗത്യം അതിമനോഹരമായി ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെഡിയായി കൂടെ. ഇപ്പൊ നിങ്ങൾ പറയും, കുട്ടിക്ക് കുറെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? കുട്ടിക്ക് നോന്ന് കേൾക്കാൻ പറ്റൂല. അപ്പൊ അതിനോട് ആളളകും. ഓന് പറയണതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നോന്ന് പറഞ്ഞാൽ ഓനെന്താ? അത് കുട്ടികൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട അല്ലെ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? പല സമയത്തും ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മളെന്താ ഞാൻ പറയുന്നത്? നിങ്ങൾ ഭാര്യമാരാണ്, കുറെ ആൾക്കാരല്ലേ, നമ്മൾ ലേഡീസാണ്, നിങ്ങൾക്കൊക്കെ പരാതിയില്ലേ? ഞാൻ പറയണ മുഴുവന്റെ മാപ്പിള കേൾക്കണില്ല അല്ലേ? അവർ ചിരിക്കാണ്, തലാട്ടാണല്ലേ, നമുക്കൊക്കെ പരാതിയാണ്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ എല്ലാ ടെൻഷനും എല്ലാ പ്രയാസവും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്താ ഓൾക്ക് പത്ര വലിയ ടെൻഷൻ? ഓൾക്ക് സുഖമല്ലേ, പണിയൊന്നും എടുക്കണ്ടല്ലോ അല്ലെ, രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി, മാറ്റി വയ്ക്കും. അങ്ങനെയാണോ? അവർക്കും ജോലി സ്ഥലത്ത് അവരവരുടേതായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്കൂളിലുണ്ടായ ദുരന്തത്തെ പറ്റി, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അപകടങ്ങളെ പറ്റി, അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ ഉണ്ടാവുകയെന്ന് ചോദിച്ചാല് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ബ്രോക്കൺ ഫാമിലികളിൽ നിന്നാണ് കണ്ടുവരുന്നത്. കുടുംബത്തിനകത്ത് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലും ചെന്ന് പെടുന്നത്. ആരും അങ്ങനെ ചെന്ന് പെടാതിരിക്കട്ടെ. ഞാൻ പറയുകയാണ്, ഒച്ചയിടാറുണ്ട് പലരും മക്കളുടെ അടുത്ത്, വലിയ ശബ്ദത്തിൽ അട്ടഹസിക്കാറുണ്ട്, ഒച്ചയിടാറുണ്ട്. ഒച്ചയിടുന്ന കുട്ടികളെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടത്തുകയാണ്. വളരെയേറെ ഒച്ചയെടുക്കുന്ന അല്ലെങ്കിൽ ബഹളമുള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ MRI സ്കാൻ
നോക്കിയപ്പോ യുദ്ധഭൂമികളിൽ നിന്ന് വരുന്ന പട്ടാളക്കാരുണ്ട് അല്ലെ, അവരുടെ തലച്ചോറ് പോലെയാണ് ഇവരുടെ തലച്ചോറ് മാറിയിരിക്കുന്നത് പറഞ്ഞു. എന്താ, യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന പട്ടാളക്കാരുടെ തലച്ചോറിന്റെ ഘടന പോലെ ആയിരുന്നു ഒച്ചയും ബഹളവുമുള്ള വീട്ടിലെ കുട്ടികളുടെ തലച്ചോറ്. ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ എന്താ പറയാ, ഹൈപ്പർ വിജിലൻസ് ആയിരിക്കുകയാണ് അവരുടെ ബ്രെയിനിന്റെ ഭാഗം. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ വിജിലന്റ് ആവുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഈ കുട്ടികൾക്ക് എപ്പോഴും ആക്റ്റീവാണ്. കാരണം യുദ്ധകളത്തിലെ പഠനം എന്താ, എപ്പോഴാണ് വെടിയുണ്ട് വരാന്ന് അറിയാതെ വിജിലന്റ് ആവുന്ന പോലെ തന്റെ വീട്ടിൽ എപ്പോഴാണ് ഒരു പ്രശ്നം വരിക എന്ന് പേടിച്ചിട്ട് വിജിലന്റ് ആയിരിക്കണം കുട്ടി. അപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ഭയപ്പെടേണ്ടാത്ത അവസരങ്ങളിൽ പോലും ഈ കുട്ടിയുടെ ആ ബ്രെയിനിന്റെ ഭാഗം വിജിലന്റ് ആണ്. കുട്ടിക്ക് പേടിയാണ്, കുട്ടിയിൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്. എല്ലാവരും അങ്ങനെ തന്നെ പറയാല്ലേ, നമ്മളും നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഭാര്യയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം. എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഭർത്താവാണ്, എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഭാര്യയാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട് നമ്മുടെ ഐശ്വര്യമായും നമ്മുടെ ഷാറുഖ് ഖാനുമാണ് അല്ലേ. ആ സ്നേഹത്തോടെ, ആ ഒരു എന്താ പറയാ, ആ ഒരു ബന്ധത്തോടെ, ആ ഒരു ഊഷ്മളതയോടെ നമ്മുടെ കുടുംബാന്തരീക്ഷം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവും കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പരസ്പരം മക്കളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഫോണോ മൊബൈലോ ടിവിയോ ഒന്നുമില്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്വർഗം അല്ലേ. അവിടെ നിന്ന് വരുന്ന മക്കൾ അതിമനോഹരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൗത്യം വിജയിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഹൃദയപൂർവ്വം നമ്മുടെ മക്കളെ കേൾക്കാൻ പറ്റണമെങ്കിൽ, നമ്മളെ അവർ മോഡലാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും, ചിലരുണ്ടല്ലേ ഒരിക്കലും തൃപ്തിയില്ലാത്ത അവസ്ഥ പറയും. തൃപ്തമായ അവസ്ഥക്ക് എന്താ പറയാ, മൈൻഡ്ഫുൾനെസ്. നമ്മൾ പറയാറുണ്ട് ഒരു വീട്ടിലെ സ്ത്രീ നന്നായാലേ എല്ലാം നന്നായി, ആ വീട് ഉഷാറായി എന്നൊക്കെ പറയലുണ്ട്. ആ സ്ത്രീയെ ഏറ്റവും മനോഹരമാക്കി വെക്കാൻ അവളുടെ ഭർത്താക്കന്മാർക്ക് സാധിച്ചാൽ അല്ലെ, ഏറ്റവും മനോഹരമായി ആ സ്ത്രീയെ മനോഹരമാക്കി നിർത്താൻ അവളുടെ ഭർത്താക്കന്മാർക്ക് സാധിച്ചാൽ ആ സ്ത്രീ മനോഹരമാകും, ആ കുടുംബം മനോഹരമാകും, മനോഹരമായ കുടുംബാന്തരീക്ഷം ഉണ്ടാവും. അതിൽ നിന്നും വരുന്ന ആ സ്വർഗത്തിൽ നിന്നും വരുന്ന മക്കൾ ഒരിക്കലും ജീവിത മൂല്യങ്ങൾ തള്ളിപ്പറയുന്നവരാവില്ല. ഒരു സെക്കൻഡില് ഈ ലോകത്ത് ഒരു സെക്കൻഡില് 2 പേര് അത്ര മരിച്ചു പോണത്. നമ്മുടെ ലോകത്ത് ഒരു സെക്കൻഡില് 2 പേര് വീതം അത്ര മരിച്ചു പോണത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റില് 100-ലേറെ പേര് മരിക്കുന്നില്ലേ അല്ലേ. പക്ഷെ നമ്മൾ പലരും ജീവിക്കുന്നതും, നമ്മൾ പലരും വാശി പിടിക്കുന്നതും, നമ്മൾ പലരും ദേഷ്യം പ്രകടിപ്പിക്കുന്നതും കണ്ട നമ്മളൊന്നും ഒരിക്കലും മരിക്കാൻ പോകില്ല എന്ന് കരുതാം അല്ലേ. നമ്മൾ ജീവിക്കാണ്, നമ്മളെ മക്കൾ നമ്മളെ കണ്ടുപഠിക്കാണ് എന്ന ബോധ്യത്തോടെ അല്ലേ. നമ്മൾ ഇന്ന് മുതൽ ഞാൻ പറയുന്നത് നമ്മളൊക്കെ മോശക്കാരാണ്, നമ്മൾ നന്നാവണമെന്നല്ല. അടിപൊളി പാരന്റ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പാരന്റിംഗ് എന്ന് പറയും. പെർഫെക്റ്റ് പാരന്റിംഗ് അതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, ബെസ്റ്റ് പാരന്റ് ആവുക. എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് പാരന്റ് ഞാനാവുക, എന്റെ ബെസ്റ്റ് വേർഷൻ ആവുക. ഓക്കെ, അവർ ചെയ്യുന്ന പോലെ നമുക്ക് ആയിക്കോളം ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മുടെ സാഹചര്യം അങ്ങനെ ആവില്ല. പക്ഷെ എന്റെ ബെസ്റ്റ് പാരന്റിംഗ് അല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് വേർഷൻ ആയ ഒരു പാരന്റിംഗ് സ്റ്റൈൽ ഞാനാവും. ഡൗട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പുലിന്റെ മുയലിന്റെ കഥ അല്ലേ. മുയല് പുലിനെ വെച്ച് നോക്കുമ്പോൾ ശക്തരാണോ? അല്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിന് വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ അത് നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ വഴങ്ങിയതെങ്കിൽ ഏതാണ് അവിടെ വലുത്? ജീവനല്ലേ അല്ലെ. അപ്പൊ നമ്മുടെ ജീവനാണ് വലുത് എന്നല്ലെങ്കിൽ ജീവന് വേണ്ടി പോരാടും. നമ്മൾ പറയുന്നത് തീന്റെ അപ്പുറത്താണ് നമുക്ക് എത്തേണ്ടത്. അവിടെ എത്തിയാലേ നമ്മളെ കാര്യങ്ങൾ നടക്കൂന്നുണ്ടെങ്കിൽ തീന്റെ ചൂടൊന്നും നമുക്ക് ചൂടാവൂല. ശരിയല്ലേ? അതേപോലെയാണ് നമ്മളെ മക്കളെ അതിന്റെ അന്തിമ ലക്ഷ്യം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്ന് ആലോചിക്കുകയാണെങ്കിൽ അത് വലുതാണെങ്കിൽ നമ്മൾ അതിനപ്പുറത്തേക്ക് മറികടക്കാൻ നമുക്ക് പറ്റും. ഒരു 10 ആളെ എണീക്കുവോ? വെറുതെ 10 ആളൊന്നും എണീക്കുവോ? 10 ആളായില്ല അല്ലെ. പണി വരുന്നുണ്ടാവാച്ചാൽ എനിക്ക് ഓരോരുത്തരും എണീക്കാതെ നിൽക്കുകയാണ് അല്ലെ. നമ്മൾ സ്മാർട്ട് ആയാലേ നമ്മളെ കുട്ടികൾ സ്മാർട്ട് ആവുള്ളൂ അല്ലെ. സ്മാർട്ട് പാരന്റിംഗ്
എഴുതൊന്നും വേണ്ട. ഓ ഇപ്പൊ ഞാൻ എഴുതേണ്ട രോഗമാണ്. അപ്പൊ ഡൗട്ട് എഴുതൊന്നും വേണ്ട. നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഞങ്ങൾ ദ്രോഹിക്കൊന്നുമില്ലല്ലോ. ആ ക്ലാസ് കേൾക്കാൻ വന്നതാണ്. ഇപ്പൊ പണിയെടുത്തിട്ടാണല്ലേ അല്ലേ? കുറച്ചുകൂടെ എന്തെങ്കിലും വരുമോ? എണീക്കണോ? എണീക്കണോ? ഇരിക്കലിട്ടോ. പേപ്പർ കിട്ടി ഇരിക്കലാണ് ഞങ്ങൾ സാധാരണ രീതിയിലെ. സാധാരണ കുറച്ച് മാറ്റാക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടച്ചോളൂ. ഞങ്ങൾക്ക് വിശ്വാസം ചെയ്യൂല കേട്ടോ. എല്ലാവർക്കും വിശ്വാസം ഉണ്ടോ? ഒന്ന് കണ്ണടക്കുക. കണ്ണടച്ചോ? പേപ്പർ കിട്ടിയോ കണ്ണടക്കുക. ബാക്കിയുള്ളവർ കണ്ണടക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ പകുതിയായിട്ട് മടക്കിക്കേ. പകുതിയായിട്ട് മടക്കുക. കണ്ണടക്കുക. എല്ലാവരും കണ്ണടക്കുക. പകുതി മടക്കുക. ഇനി എന്റെ നിർദ്ദേശങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേപ്പർ തന്നു. പകുതി മടക്കി. ഇനി അത് വീണ്ടും പകുതി മടക്കാം. വീണ്ടും പകുതി മടക്കാം. ഇനി അതിന്റെ നീളത്തിലുള്ള ഒരു ഭാഗം കൂടി മടക്കാം. നീളത്തിലുള്ള ഒരു ഭാഗം കൂടി മടക്കാം. ഒരു വശം കീറി കളയാം. ഒരു വശം ഒരറ്റത്ത് കീറി കളയുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഒരു വശത്തിന്റെ ഒരറ്റത്ത് കീറി കളയുക. പേപ്പർ തിരിച്ചു പിടിക്കുക. പേപ്പർ തിരിച്ചു പിടിക്കുക. ഒരു വശം കൂടി കീറി കളയുക. ഒരു വശം കൂടി കീറി കളയുക. കണ്ണ് തുറക്കുക. എല്ലാവരും പേപ്പർ ഒന്ന് ഞാൻ നിവർത്തി കാണിച്ചു തരാം. നിവർത്തി കാണിച്ചേ. ഒന്ന് പൊക്കി പിടിക്കാൻ പറ്റുമോ? ഞാൻ പരസ്പരം നോക്കിക്കേ. ഞാൻ കയറിയ പോലെയാണോ മറ്റോലൊക്കെ കയറിക്കുന്നത്? എല്ലാവരും നിവർത്തി പിടിച്ച് കാണിച്ചേ. ഒന്നും കുഴപ്പമില്ല. നിവർത്തി പിടിച്ചോ? ഞാൻ എല്ലാവർക്കും ഒരേ സമയമാണ് തന്നത്. ഒരേ നിർദ്ദേശമാണ് പറഞ്ഞത്. എനിക്ക് ആരോടും പാർഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല അല്ലേ? ഉണ്ടോ? ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ല കയ്യിൽ എടുത്ത് വെച്ചേ. പ്രിയപ്പെട്ടല്ലേ, എല്ലാവർക്കും ഒരേ നിർദ്ദേശം കൊടുത്തേ. എല്ലാവരും കണ്ടതാണല്ലേ? പേപ്പറൊക്കെ ഒരേപോലെയാണോ കീറിട്ടത്? ആണോ? അല്ല. നമ്മള് എല്ലാ പ്രീ പാരന്റിംഗ് ക്ലാസ് കേട്ടോ ഞങ്ങളൊക്കെ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ പോയിട്ടത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ്. ഒരേപോലെ കേട്ടതാണ് ഞങ്ങള് അല്ലേ? പക്ഷെ ഒരേ നിർദ്ദേശം കേട്ടത് പ്രവർത്തിച്ചില്ലേ? എത്രയുള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം അല്ലെ? എന്താ ടീച്ചറെ ചെയ്യാൻ? മക്കൾ വലുതാവുക പേടിയാണ്, ആദ്യമാണ്, എന്താ കേൾക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രശ്നത്തിന് ശേഷം നമ്മുടെ സ്കൂളിലെ ഹൈസ്കൂളിലെ ആദ്യം യുപിയിലെ ഒരു പാരന്റ്സ് മീറ്റിംഗ്, ഹൈസ്കൂളിൽ പിന്നെ ഹയർ സെക്കൻഡറി അങ്ങനെ വേർതിരിച്ച് പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ നടത്തി. അപ്പൊ രക്ഷിതാക്കൾക്ക് പേടിയാണ്, എന്താ സംഭവിക്കണം? ഒന്നും സംഭവിക്കാൻ പോലില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അല്ലെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ എപ്പോഴും പറയുന്നത് ഒരേ കൈ, ഇതൊരു കൈയാണ്, എന്റെ കൈ തന്നെയാണത്. എന്റെ ഈ കയ്യിലെ എല്ലാ വിരലുകൾക്കും ഒരേ വലിപ്പാണോ? ആണോ? അല്ല. അത് ആരോടാ എനിക്ക് പറയാനുള്ളത്? 3 മക്കളുണ്ട്, 3നും 3 സ്വഭാവമാണ് നിങ്ങൾ വിലപിക്കുന്നുണ്ട് രക്ഷിതാക്കൾ. വലിയ കയ്യിൽ 5 വിരലിനും 5 സൈസ് ആണെങ്കിലേ നമ്മൾ ഒരേ വയറ്റിൽ വന്ന 3 കുട്ടികൾക്ക് 3 സ്വഭാവമാണെങ്കിൽ അതിശയോക്തി ഇല്ല. ഒരു 3 വ്യത്യസ്തരായ മനുഷ്യരാണ്, 3 വ്യത്യസ്തരായ പളുത്തു പാത്രങ്ങളാണ്. പഠിച്ചവർ നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഓരോ മക്കളാവുന്നതോറും നമുക്കുള്ള ദൗത്യം വലുതാണ് അല്ലേ? അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരോടുള്ള പാരന്റിങ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയാം. പല പാരന്റിങ് സ്റ്റൈലും നമ്മളോട് പറയുന്നു. അതിൽ നിന്നെല്ലാം എല്ലാത്തിൻ്റെ ഒരു ബെസ്റ്റ് നമ്മുടെ മക്കൾക്ക് പറ്റുന്നത് നമ്മൾ എടുക്കുക, അവരെ സ്നേഹത്തോടെ കേൾക്കുക, അവരോട് കൂടെ നിൽക്കുക, നമ്മുടെ കുടുംബാന്തരീക്ഷം മനോഹരമാക്കുക. ഭാര്യ ഭർത്ത ബന്ധം അല്ലെ, കുട്ടികളുടെ ഉപ്പ ഉമ്മ ബന്ധം കണ്ടിട്ട് അതിമനോഹരമായ ഷാരൂഖ് ഖാനും അല്ലെ ഐശ്വര്യ റോയും ബന്ധം കണ്ടിട്ട് നമ്മുടെ മക്കൾ വളരട്ടെ. ആ സ്നേഹബന്ധം അവർക്ക് പിൻപറ്റാൻ പറ്റട്ടെ. നല്ല ജീവിത മൂല്യങ്ങളോട് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്കാവട്ടെ. നോകൾ പറയാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളുടെ മക്കളെ വളർത്തണം. വീട്ടിൽ പ്രയാസമാണെങ്കിൽ പ്രയാസത്തിന്റെ ഒരംശം നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ പ്രയാസമെല്ലാം മറന്നുകൊണ്ട് അവരെ അന്നും അറിയിക്കാതെ വളർത്തിയെന്ന് നമ്മുടെ പല രക്ഷിതാക്കളും പറയാറുണ്ട്. ഞാൻ അവരെ കറക്റ്റ് ചെയ്യാണ്. നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ അവർ നമ്മുടെ മക്കളാണെങ്കിൽ, അവർ അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ, ആ അറിഞ്ഞു വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്താൻ.
നല്ല മക്കളായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബത്തിനും സമൂഹത്തിനും വളരെ വിലയേറിയ മുത്തുകളായിട്ട് നമ്മുടെ മക്കൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. ഞാൻ പങ്കെടുത്തിട്ട് വെച്ചിട്ട് ഞാൻ പങ്കെടുത്ത വെച്ചിട്ട് വളർത്തുന്ന രീതികളായിരുന്നു. നമ്മളെ അധികം ചർപ്പിക്കാതെ നല്ല രീതിയിൽ എനിക്കിഷ്ടമായി. ഒരുപാട് ക്ലാസ് എടുത്തു, നമ്മളത് ഒരുപാട് കേട്ടു. നമ്മളെല്ലാവരും ഇങ്ങനെ പിരിഞ്ഞാൽ പോകും. വീട്ടിൽ ചെന്നിട്ട് ഇതേമാതിരി നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ്. പല ക്ലാസ്സുകളും നമ്മൾ കിട്ടുന്നുണ്ട്, പല വേദികളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ കേട്ട് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കുന്ന ടീച്ചർക്ക് നമ്മുടെ ഒരുപാട് വിലാസംസുകൾ